പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമാകുന്നു. 4.5 കോടിയുടെ ജലസംഭരണി നിർമ്മിക്കുന്നു. പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിനൊടുവിൽ ശാശ്വത പരിഹാരമാകുന്നു. നഗരസഞ്ചയ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷൻ അനുവദിച്ച 4.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് 4-ാം വാർഡിൽ വിലയ്ക്ക് വാങ്ങിയ 15 സെന്റ് സ്ഥലത്ത് 5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള കൂറ്റൻ വാട്ടർ ടാങ്ക് നിർമ്മിക്കും. 2027 മെയ് മാസത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പദ്ധതി നാടിന് സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീഷ്മ ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധജല കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമാകുകയാണ്. 4.5 കോടി രൂപ അനുവദിച്ച തൃശൂർ കോർപ്പറേഷനിൽ നിന്ന് നഗര സഞ്ചയന പദ്ധതിയിൽ നിന്ന് 4.5 കോടി രൂപയെ അനുവദിച്ച് നമ്മളുടെ ഈ കുടിവെള്ള ക്ഷാമത്തിന് ഒരു പരിഹാരമാകുകയാണ്. ഒരു 70% ഉപ്പുവെള്ളമുള്ള സ്ഥലമാണ് ഒരുമണിയൂര്. തങ്ങൾപ്പടി 4-ാം വാർഡിൽ 15 സെന്റ് സ്ഥലത്ത് നമ്മൾ 5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്ക് പണിത് ഒരുമണിയൂരിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ടീം UDFന്റെ പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുടിവെള്ള ക്ഷാമം പരിഹരിക്കുക എന്നുള്ളത്. നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി വന്ന് 7 മാസമാകുമ്പോഴേക്കും നമ്മൾക്കത് അതിലേക്ക് ഒരു കാൽവെപ്പ് നടത്താൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണ് ഒരുമനയൂർ പഞ്ചായത്ത്. നിലവിൽ തൃത്താലയിൽ നിന്നുള്ള ജലവിതരണത്തെയാണ് പഞ്ചായത്ത് പ്രധാനമായും ആശ്രയിക്കുന്നത്. കൂടാതെ കരുവന്നൂർ കുടിവെള്ള പദ്ധതിയും പഞ്ചായത്തിൽ ലഭ്യമാക്കിയിരുന്നെങ്കിലും കൃത്യമായ സംഭരണ ടാങ്ക് ഇല്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. തൃശൂർ കോർപ്പറേഷൻ ഫണ്ട് അനുവദിച്ചതോടെ ഈ പ്രതിസന്ധിക്കാണ് ഇപ്പോൾ പരിഹാരമാകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KJ ചാക്കോ, VM സാഹിദ്, പഞ്ചായത്ത് അംഗങ്ങളായ ഷക്കീർ, ഹിഷാം കപ്പൽ, PK കബീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുതിയ ജലസംഭരണി യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും തടസ്സമില്ലാതെ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ.